ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ വിനീതമായി പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഏതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിക്കുന്നു. ഈ ലോക ജീവിതത്തെ വളരെ സുഗമമാക്കുവാൻ നാം ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മെ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കുന്നു എന്നത് നോക്കാതെ എല്ലാം എൻ്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയുന്ന കാലത്താണ് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. വരാവുന്നതായ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പിശാചിന്റെ വായിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുന്നു. മൂന്നാമത്തത്, ഭയങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും അസംഖ്യം അനർത്ഥങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുന്നു. സകല ദോഷങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുന്നു. ഏതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിക്കുന്നു എന്നുള്ളത് തിരുവചനത്തിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു എന്ന് ഈ വേദഭാഗത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പരിശുദ്ധനായ പത്രോസ് നമ്മോട് പറയുന്നത്, ദൈവം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുന്നു എന്നതാണ്. ആ പിതാവിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ പൗലോസ്യർക്ക് അന്ന് അത് പറഞ്ഞു കൊടുത്തു എങ്കിൽ ഇന്ന് നമ്മോടാണ് അത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സിംഹത്തിന്റെ, അതായത് പിശാചിന്റെ വായിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 17-ഉം 18-ഉം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്, കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ചു തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവനു എന്നേക്കും മഹത്വം. ആമേൻ എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലാണ് ഇപ്രകാരം പറയുന്നത്: സകല ജാതികളും കേൾപ്പാനായി കർത്താവ് അവനെ കൊണ്ട് പ്രസംഗം പറയിപ്പിക്കുന്നു, അതിനായി അവനെ ശക്തീകരിക്കുന്നു. കർത്താവ് പരിശുദ്ധനായ പൗലോസ് സകല ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. ആ ഉറപ്പ് നമുക്കുണ്ടോ എന്ന് നാം ഇന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ആ ഉറപ്പ് എന്ന് നമ്മൾ ഉണ്ടാകുന്നുവോ, അന്ന് നാം ഓരോരുത്തരും കർത്താവിന് ഉള്ളവർ ആയിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായിട്ട് പരിശുദ്ധനായ പത്രോസ് പൊതുവിനെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം നോക്കുമ്പോൾ അതിൽ ഇപ്രകാരം പറയുന്നു: നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് വളർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുന്നുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇവിടെ പത്രോസ് പൊതുവിനെഴുതിയ 1-ാം ലേഖനത്തിൽ ഈ പറയുന്ന കാര്യം നമ്മളോരോരുത്തരോടുമാണ് ഇന്നത്തെ ഈ പരിസ്ഥിതിയിൽ പറയുന്നത്. അലർന്ന സിംഹം പോലെ നിങ്ങളുടെ പ്രതിയോഗിയായ സാത്താൻ ആരെ വിഴുങ്ങേണ്ടുന്നുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നതാണ്. അവൻ്റെ പിടിയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ അനുഭവിക്കുന്ന നാം ഓരോരുത്തരും അവൻ്റെ മക്കളാകുവാൻ ശ്രമിക്കുക. നമ്മെ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവനായ ദൈവത്തെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കാം. നമുക്ക് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഭയത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു എന്നതാണ്. 34-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി എൻ്റെ സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നാണ്. ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ ബുദ്ധിഭ്രമം കാണിച്ചപ്പോൾ അവനെ ആട്ടിപ്പുറത്താക്കി. ആ സ്ഥലത്തു നിന്നും പുറപ്പെട്ട് യാത്രയായ അവസരത്തിൽ ദാവീദ് രചിച്ച സങ്കീർത്തനമാണ് ഇതെന്ന് നമുക്ക് ഏവർക്കും അറിയാം.
അവൻ യഹോവയോട് അപേക്ഷിച്ചു, ധൈര്യം പ്രാപിച്ചതായി നാം ഇവിടെ കാണുന്നു. നാം ഓരോരുത്തരും ദൈവത്തോട് അപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾക്ക് കൃപാവരങ്ങളെ ചൊരിഞ്ഞു തരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് കഷ്ടങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു. 34-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ പ്രകാരം പറയുന്ന, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു എന്നാണ്. ദാവീദ് ഇവിടെ എടുത്തു പറയുന്നത് നീതിമാന്മാരെ കുറിച്ചാണ്. നാം ഓരോരുത്തരും നീതിയുടെ പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കും എന്നാണ്. 5-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അസംഖ്യം അനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. 34-ാം സങ്കീർത്തനം 19-ാം വാക്യം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ദാവീദ് ഇവിടെ തൻ്റെ അനുഭവങ്ങൾ തന്നെ ആണ് എടുത്തു പറയുന്നത്. അസംഖ്യം അനർത്ഥങ്ങൾ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചു. കാരണം അവൻ നീതിമാൻ ആയിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സകല ദോഷങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ 48-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൽ ഇപ്രകാരം പറയുന്നു, യാക്കോബ് അന്ത്യനാളിൽ യോസേപ്പിനെയും മക്കളെയും വിളിച്ച് അനുഗ്രഹിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച് ദൈവ ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ 3 പേരെയും അനുഗ്രഹിക്കുന്നതായി നാം കാണുന്നു. ഇന്നത്തെ തലമുറ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്നുവോ? അവർ അതിന് തയ്യാറാകുന്നുവോ? നാം പുതിയ തലമുറയെ അതിനായി ചെയ്യുന്നുണ്ടോ? മുതിർന്നവരെ ബഹുമാനിക്കുന്നതിനും ഇളയവരെ സ്നേഹിക്കുന്നതിനും അവർ ഒരുക്കമുള്ളവരാണോ? നാം ഇന്ന് നമ്മുടെ കുട്ടികളെ എന്താണ് പഠിപ്പിക്കുന്നത്? മോനെ, മോളെ, നീ നിന്റെ കാര്യം നോക്ക് എന്ന് നമ്മൾ അവരോട് പറയുന്നു. ഹോംവർക്ക് ചെയ്യാത്ത അലഞ്ഞു നടക്കുന്നത് കാണുമ്പോഴാണ് നമ്മൾ അവരോട് ഇത് പറയുന്നതെങ്കിലും അവർക്ക് ക്ലിക്കാവുന്നത് മറ്റൊന്നാണ്. അവർ പിന്നീട് അവരുടെ പഠിത്തമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവർ സ്വന്തം കാര്യം മാത്രം നോക്കുവാൻ ആരംഭിക്കുന്നതായി കാണാം. കാരണം എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞത്, മോനെ, നീ നിന്റെ കാര്യം നോക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞത് അവൻ്റെ ഹോംവർക്ക് ചെയ്ത് അവൻ ജീവിതത്തിൽ സക്സസ് ആകുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ അത് എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി അവരോട് ഏത് രീതിയിൽ സംസാരിക്കണമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ ദൈവഭക്തിയിൽ നയിക്കണം. എങ്കിൽ മാത്രമേ യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നത് അവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ സൃഷ്ടിയുടെ ഒടുവിലത്തെ വിടുതലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പാണ് നമുക്കില്ലാത്തത്. നാം ഇവിടെ കണ്ടതായ കാര്യങ്ങൾ ഏതിൽ നിന്നെല്ലാമാണ് ദൈവം നമ്മെ വിടുവിക്കുന്നത് എന്നുള്ളതാണ് നാം ഇവിടെ കണ്ടത്. നാം ഓരോരുത്തരും ദൈവത്തെ എപ്പോഴും സ്തുതിച്ച് കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. കാരണം അവൻ നമ്മെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അതുപോലെ നമുക്ക് സംഭവിക്കാമായിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ തരുന്നത് കൊണ്ട് ആണ് നാം ഇന്ന് ഇപ്രകാരം ഇപ്പോൾ ജീവിക്കുന്ന രീതിയിൽ ജീവിക്കുന്നത് എന്ന് ഓർത്ത് നമുക്ക് എവർക്കും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനുവേണ്ടി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.